ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രറ്റ്സ്. ഇന്നും ഞാൻ ദോശയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പെസറട്ടു എന്നാണ് ഈ ദോശയ്ക്ക് പറയുന്നത്. പെസറട്ടു എന്ന് പറഞ്ഞാൽ ചെറുപയർ ദോശ എന്നാണ് അർത്ഥം. ഈ ദോശയുടെ ഒറിജിൻ ശരിക്കും ആന്ധ്രാപ്രദേശാണ്. ദോശയും ഇഡ്ഡലിയും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മൾ മലയാളികൾക്ക് വിവിധ തരം ദോശകൾ ഉണ്ടാക്കുവാനും സ്വാദ് നോക്കുവാനും ഒക്കെ താല്പര്യം കാണുമല്ലോ. അടുത്ത 2-3 വീഡിയോസിൽ ഞാൻ പലതരം ദോശകളാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച റാഗി ദോശ കാണുവാനായി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സിമ്പലിൽ പ്രസ് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക്, ഷെയർ ചെയ്യുക, വീഡിയോ മുഴുവൻ കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുപയർ ദോശ ഉണ്ടാക്കുവാനായി 1/4 കപ്പ് ചെറുപയറും 2 ടേബിൾ സ്പൂൺ പച്ചരിയുമാണ് എടുക്കുന്നത്. ചെറുപയറും പച്ചരിയും കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഇവ രണ്ടും മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വയ്ക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാനാണെങ്കിൽ രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ചെറുപയർ പെട്ടെന്ന് അരിഞ്ഞു കിട്ടുമല്ലോ. മാവ് അരയ്ക്കുമ്പോൾ ചേർക്കുവാനായി ഒരു സവാള കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, ഇഞ്ചി, ഇത്രയും ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുക്കുക. ദോശയ്ക്ക് ഫില്ലിങ്ങിനായി ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ എടുക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന പയറും അരിയുമാണ്, ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇതിന് നമുക്ക് അരച്ചെടുക്കാം. വലുതായി കട്ട് ചെയ്ത ഉള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയും ഇതിൻ്റെ കൂടെ ചേർക്കാം. ചെറുപയർ കുതിർത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചത്. സ്മൂത്തായി അരിയുവാൻ ഇനിയും വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. ദോശ ഫില്ലിങ്ങിനായി അല്പം എണ്ണ ചൂടാകുമ്പോൾ ജീരകവും ചെറുതായി കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും ചേർത്ത് തന്നെയാണ് ദോശമാവ് അരച്ചതും. കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആകുവാനാണ് ഈ ഫില്ലിംഗ് ചേർക്കുന്നത്. ഈ സ്റ്റെപ്പ് ഒഴിവാക്കുകയും ആവാം. ഫില്ലിംഗ് ഫ്രൈ ആയി കഴിഞ്ഞു. 1-2 ദോശയ്ക്കുള്ള ഫില്ലിംഗ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. മാവ് അരച്ചെടുത്തു. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ ദോശമാവിൻ്റെ കൂട്ട് ലൂസായിട്ട് മാവെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ എണ്ണ തടവി ദോശമാവ് ഒഴിക്കുക. കുറച്ച് നെയ്യോ എണ്ണയോ ദോശയ്ക്ക് പുറത്ത് സ്പ്രെഡ് ചെയ്യാം. ദോശയുടെ 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. അടുത്ത ദോശയിൽ കുറച്ച് ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാം. തവി കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. നല്ലവണ്ണം മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടാതെയും ദോശ എടുക്കാം. ഒണിയൻ ഫില്ലിംഗ് വെച്ചതും അല്ലാത്തതുമായ 2 ദോശകൾ ഉണ്ടാക്കി കഴിഞ്ഞു. സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണിത്. ചെറുപയർ അത്രയും നേരം സോക്ക് ചെയ്ത് വയ്ക്കണമെന്നില്ല. ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ ദോശയും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.